ഇടുക്കി ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയുമായി കോൺഗ്രസ് വ്യാപകമായി ഇരട്ട വോട്ട് ചെയ്തുവെന്നും ഇരട്ട വോട്ട് നിലനിർത്താൻ CPM ഇടപെടൽ നടത്തിയെന്നുമാണ് ഇപ്പോഴുയരുന്ന പരാതി. 50-ലധികം പേരുടെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടു. ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിലും ഒരേപോലെ തന്നെ ഒരേ പേരിൽ രണ്ട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ഒരേപോലെ തന്നെ ഇടം പിടിച്ച ആള് ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച് അത് 10,000-കണക്കിന് ആളുകളാണ്. അവർക്ക് രണ്ട് സ്ഥലങ്ങളിലും വോട്ടവകാശമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CPM പാർട്ടി ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഇരട്ട വോട്ട് പദവിയുള്ള മുഴുവൻ ആളുകളെയും അതത് പ്രദേശങ്ങളിൽ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ വിജയൻ, ഈ രണ്ട് സംസ്ഥാനത്തെയും വോട്ടർ പട്ടിക നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ കഴിഞ്ഞോ? ഇങ്ങനെ ഇവർ ആരോപിക്കുന്നത് പോലെ ഇവിടെ വോട്ട് ചെയ്ത ആളുകളുടെ വിവരങ്ങളൊക്കെ തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പറയൂ. ഇത്തരത്തിലുള്ളൊരു പരാതി കാലങ്ങളായിട്ട് ഇടുക്കിയിലുള്ളതാണ്. ഈ ദേവികുളം, അതുപോലെ തന്നെ ഉടുമ്പൻചോല, പീരുമേട്, ഈ 3 നിയമസഭാ മണ്ഡലങ്ങളും ഒരു തോട്ടം മേഖല കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണെന്ന് അറിയാമല്ലോ. ഇവിടെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അവർ കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പേര് കൂടി ഇവിടുത്തെ വോട്ടർ പട്ടികയിലും ഉൾപ്പെടുത്തുന്ന ഒരു പതിവായിരുന്നു. അപ്പോഴും അവർക്ക് തമിഴ്നാട്ടിലെ വോട്ട് അവിടെ തന്നെ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് അങ്ങനെ തന്നെ ഉണ്ടാകാറുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഈ ഘട്ടങ്ങളിൽ ഈ തമിഴ്നാട്ടിൽ വോട്ട് ചെയ്തതിന് ശേഷം അവർ വാഹനത്തിൽ കേരളത്തിൽ വന്ന് ഇവിടെയും വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് കാലങ്ങളായിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. ചില സംഭവങ്ങൾ അതിൽ തെളിവായി വരികയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിൽ പോലും ഈ 272 ഇരട്ട വോട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിൽ 115ഓളം പേര് ഈ ഹിയറിംഗ് നടത്തുന്ന സമയത്ത് ഹാജരാവുകയും 85 പേർക്ക് തമിഴ്നാട്ടിൽ വോട്ട് മതി എന്ന് പറഞ്ഞു പോവുകയും ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വെട്ടിക്കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അത് മാത്രമല്ല, 10,000-ലധികം ഇരട്ട വോട്ടുകൾ ഈ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ മാത്രമുണ്ട് എന്നുള്ളതാണ് ഈ കോൺഗ്രസ് ആരോപിക്കുന്നത്. ആ ഇരട്ട വോട്ട് നിലനിർത്താൻ വേണ്ടി CPM പരമാവധി ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഇരട്ട വോട്ട് വെട്ടി കളയേണ്ട ആവശ്യമില്ല, തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഈ തോട്ടം തൊഴിലാളികളെ പറഞ്ഞ് CPM വിശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായും പറയുന്നത്. ഈ 2016-ലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് MM മണി 1000-ലധികം വോട്ടുകൾക്കാണ് ജയിച്ചത്. അന്നും ഇതേ തരത്തിലുള്ള ആരോപണവും അതുപോലെ തന്നെ തെളിവുകളുമായി കോൺഗ്രസ് വരികയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള ഈ നിലപാടിൽ ഇപ്പോൾ എന്തായാലും ഈ കോൺഗ്രസ് ഈ ഉടുമ്പൻചോലയിലെ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതിൽ തെളിവായി ചില വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് സഹിതം തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും ഒരുപോലെ വോട്ട് ചെയ്യുന്ന വോട്ടേഴ്സ് പട്ടികയിൽ പേരുള്ള അവരുടെ വിവരങ്ങൾ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നതിൽ പ്രധാനമായും ഉടുമ്പൻചോല താലൂക്ക്, അതുപോലെ തന്നെ തമിഴ്നാട് തേനി ജില്ലയിലെ ബോഡി നായ്ക്കന്നൂർ നിയമസഭാ മണ്ഡലം, ഈ രണ്ട് സ്ഥലങ്ങളിലെയാണ് പ്രധാനമായും ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ വിവരങ്ങൾ ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇവിടെ കുടിവെള്ളമല്ല ആവശ്യം, മദ്യമാണ്. അത് വീട്ടിൽ കൊണ്ടുപോയി സർക്കാർ കൊടുക്കാനുള്ള തത്രപ്പാടിലാണെന്ന് പറയുന്നു. സർക്കാർ മുന്നോട്ട് പോകും, മദ്യം കൊടുത്ത് റെഡിയാക്കിക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം. അപ്പോൾ അക്കാര്യത്തിൽ MP രാജേഷ് ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ബെപ്കോ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും മദ്യം ഓൺലൈനായി കൊടുക്കാനുള്ള തീരുമാനമില്ല എന്നുള്ള, സ്വിഗ്ഗി പോലുള്ള സംവിധാനങ്ങൾ വഴി വീട്ടിലെത്തിക്കാനുള്ള സംവിധാനമില്ല. ഞാൻ ഇന്നലെ ഒരു ബാറുമായി ബന്ധമുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ധർമ്മസങ്കടം എന്നോട് പറഞ്ഞു. പോയിരുന്ന് കുടിക്കുകയാണെങ്കിൽ ഒരുപാട് അറിഞ്ഞങ്ങ് കുടിക്കും, പക്ഷേ വീട്ടിൽ വരുത്തുകയാണെങ്കിൽ ആ ഒരൊറ്റ കുപ്പിയല്ലേ കാണൂ എന്ന് മാത്രമല്ല, നല്ല ആമാശയത്തിൻ്റെ അറിയാതെ അറിഞ്ഞ് തിന്നുകയും ചെയ്യും, അതിൽ നിന്ന് കുറച്ച് കാശുണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഇതെല്ലാം മുട്ടുമെന്നാണ് അവരുടെ പേടി. ഓൺലൈനായിട്ട് വന്ന ഓരോരുത്തർക്കും ഓരോ വിഷമതകളായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.